look at you and it's easy to see. You are that someone I've been trying to meet. ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബാഗ്സിൻ്റെ കളക്ഷൻ്റെ ഒരു ഹോളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബാഗ് കളക്ഷൻ വീഡിയോ ഓണറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് വേറൊരാളും കൂടി ഇത് സോറി ഗൈസ്. പക്ഷേ ഇവിടെ പെരുന്നാളിന് വന്നപ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഞാൻ പെറുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബാഗുകളായിട്ട് തുടങ്ങാം കേട്ടോ. ഈ ബാഗ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു ബാഗാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവാം. ഇത് എനിക്ക് സത്യമായിട്ട് ഞാൻ ഭയങ്കര അപ്ഡേറ്റഡ് ഫാഷൻ ആണെങ്കിലും എനിക്ക് ഈ ബാഗ് എന്തോ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എനിക്ക് പണ്ട് ജ്വല്ലറിയിൽ നിന്നൊക്കെ ഫ്രീ കിട്ടുന്ന ബാഗ് പോലെ തോന്നും. ഇത് കണ്ടാൽ എനിക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സാധനം കൊള്ളാം, നല്ല ഇങ്ങനെ ഒരു പോക്കറ്റൊക്കെ ഉണ്ട്. ഇത് പക്ഷേ സോറി ഗൈസ്, ലിങ്കൊന്നും ആരും ചോദിക്കരുത്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഈ ഫുൾ UAE-ന്ന് അങ്ങ് ഫ്ലൈറ്റ് കയറി വന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബാഗ് കേട്ടോ. പ്രൈസ് ടാഗ് പോലും പൊടിച്ചില്ല, പുതിയ ബാഗാണ്. നമ്മളെ നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഈ ചങ്ങല തൂക്കിയിട്ട് ഇങ്ങനെ നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്ട്രാപ്പ് വലുതാക്കിയിട്ട് നമുക്ക് ഒരു പക്ക ഒരു ക്രോസ് ബോഡി സ്ലിംഗ് ബാഗ് പോലെയൊക്കെ ഇടാം. ഇത് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഈ ബാഗിന് ഒരു സ്റ്റോറി ഉണ്ട്. ഇവളുടെ ഹസ്ബൻഡ് അങ്ങ് ദുബായിന്ന് കൊടുത്തു വിട്ടതാണ്. ഹസ്ബൻഡിന്റെ പേര് മൂസിദ്. താങ്ക് യു മൂസിദ്. ആൻഡ് നൈസ് കളക്ഷൻ അല്ല, നൈസ് സെലക്ഷൻ. ബാഗിന്റെ സെലക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. നല്ലൊരു നല്ലൊരു ഒരു ബേജ് കളർ ഒക്കെ വരുന്നൊരു നല്ലൊരു മിനിമൽ സാധനം കേട്ടോ. നല്ലൊരു ബാഗാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൾഫിൽ എവിടെയെങ്കിലും പോയി തപ്പിക്കോളൂ. ഇത് ഷീൻ എന്നാണ്, ബൈ ദ ബൈ ഷീൻ. നമ്മുടെ ഇവിടെ ബാൻ ആണ്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ പറ്റുവാണെങ്കിൽ അയപ്പിച്ചോളൂ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ബാഗ് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ പണ്ടത്തെ കുഞ്ഞു കുട്ടികൾ LKG ഒക്കെ കൊടുത്തു വിടുന്ന ബാഗ് പോലെ ഉണ്ട്. പക്ഷെ ഇത് അതല്ല സാധനം. ഇത് നമ്മൾ ഇങ്ങനെയോ എങ്ങനെയാണ് ഇത് ഇടറി ഇങ്ങനെയോ ക്രോസ് ബോഡി സ്ലിംഗ് ബാഗാണ്. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡുള്ള ബാഗായിട്ട് ഇടാം. കാരണം ഇവിടെ ഒരു സ്ട്രാപ്പും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ഒരു ഇതും ഇവിടെ ഒരു ഇതും. ഇതൊക്കെ ഷെയിൻ അല്ലേ? ഓക്കെ, ഇതൊക്കെ ഷെയിനിന്ന് ഇങ്ങനെ നോക്കണെന്നെ. ഇതൊക്കെ ഷെയിനിന്ന് മേടിച്ചതാണെന്നാണ് കേട്ടോ പറയുന്നത്. നല്ലൊരു ഷെയിൻ ബാഗാണിത്. ഓക്കെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സീബ്ര പ്രിന്റിലൊക്കെ വരുന്ന ഒരു സാധനമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ബാഗ് ഇതാണ് കേട്ടോ. ഇത് ഫാഷൻ ആൻഡ് ബാഗ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതും ഈസ് ഓൾസോ ഫ്രം ഷെയിൻ ആണ്. ഷെയിൻ ബാഗ് കളക്ഷൻ ആണ് കേട്ടോ. നിങ്ങൾ കുശു പറഞ്ഞാൽ ഇതിൽ പെടും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബാഗ് എന്ന് പറയുന്നത്. ഇതൊരു സ്ലിംഗ് ബാഗ് നമുക്കിങ്ങനെ ഒരു ഹാൻഡ് പേഴ്സ് ആയിട്ട് കൊണ്ട് നടക്കാം. ഈ സ്ലിംഗ് ഒക്കെ ലൈക്ക് ഡിറ്റാച്ചബിൾ ആണ്, നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഫാഷൻ ആൻഡ് ബാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു മസ്റ്റർഡ് യെല്ലോ കളർ ഒരു നല്ല ബാഗാണ് കേട്ടോ. ഇതിന് ഒരു കമ്പാർട്ട്മെന്റേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കാലി നമുക്ക് ഷോക്ക് കൊണ്ട് നടക്കാം. ഇതിനകത്ത് അത്യാവശ്യം കുഞ്ഞ് ഒരു എന്താ പറയുക, എമർജൻസി മേക്കപ്പും അതുപോലെ പേഴ്സ് ആൻഡ് ഫോണൊക്കെ കൊള്ളുന്ന രീതിയിലൊരു ബാഗാണ്. അല്ലാണ്ട് നമുക്ക് തുണി സഞ്ചി പോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഒരു സ്റ്റൈലിഷ് ബാഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ബാഗ്. ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഫാഷൻ ഷോ അവസാനം നടത്താം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതൊന്നും എൻ്റെതല്ല, ബൈ ദ വേ. ഇനി പകുതി വെച്ച് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ കൂട്ടുകാരിയുടെയാണ്. ഓക്കെ, അപ്പോൾ റിച്ച് ഇടാം. നമ്മുടെ നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ബാഗാണ് കേട്ടോ. മേത പോയി ഒരു ബ്ലാക്ക് ബാഗാണ്. ഇതൊരു സ്ലിംഗ് ബാഗാണ് ആക്ച്വലി. ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ ഇതിനകത്ത്. ഒരു 10 രൂപയുണ്ട്. വെരി റിച്ച് ഗേൾ. 10 രൂപ. ഷീനിന്റെ ബാഗിനുള്ള ആകെ 10 രൂപയുണ്ട്. ഒരു 100 രൂപയ്ക്ക് വെക്കണ്ടേ? ഒരു 10 രൂപയുണ്ട് ഈ ബാഗിനകത്ത്. ഇത് നല്ല ബാഗാട്ടോ. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ പോവും. ജീൻസിൻ്റെ കൂടെ, നമുക്ക് കാഷ്വൽസ് അല്ലെങ്കിൽ ട്രഡീഷണൽസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ബാഗാണ്. ഒരു ലൈക്ക് ഗോൾഡൻ സിപ്പർ ബട്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. നല്ല സൂപ്പർ സാധനം. ഐ ലൈക്ക് ദിസ്. ഇത് അടുത്ത വരവിനെ ഞാനിത് കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുതരുന്നതായിരിക്കും. ഓക്കെ, ബൈ. നെക്സ്റ്റ് ബാഗിലേക്ക് വരുമ്പോൾ ഇതാണ് നെക്സ്റ്റ് ബാഗ്. ഇതിൻ്റെ കളർ എന്താണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഇതൊരു എന്ത് കളറാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എന്തോ ഒരു ഷൈനിങ് ഉള്ള ഒരു കളറാണ്. പിന്നെ ഇതൊരു ഗോൾഡൻ ഒരു ഹാൻഡിലൊക്കെ വരുന്ന ഒരു ലൈക്ക് ഇതൊരു കുറച്ചൊരു ഗ്രാൻഡ് ഒരു ബാഗാണ്. ഇത് അവളുടെ ഹസ്ബൻഡ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റിലെ വൺ ഓഫ് ഹർ ബർത്ത്ഡേ ഗിഫ്റ്റ്സിലൊന്നാണ് ഇത്. സോ ഇതിന് ഇങ്ങനൊരു ഇതുണ്ട്, ലൈക്ക് ഒരു സ്ട്രാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ക്രോസ് ബോഡി ബാഗായിട്ട് ഇടാം, അല്ലെങ്കിൽ സ്ലിംഗ് ബാഗായിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാം.
എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഒരു മൾട്ടി പർപ്പസ് ബാഗാണ്. ഇനി ഇതിന് അയ്യോ ഇത് പൊടിഞ്ഞു പോയല്ലോ, സോറി. അപ്പോൾ നമുക്കിത് സിബ് തുറന്ന് ഇതിൻ്റെ ഉള്ള അൺബോക്സിങ്ങും കൂടെ ചെയ്തിട്ട് പോകാം. ഇതിനകത്ത് ഒന്നും കാണാനില്ല. ഒരു ചെറിയൊരു ഇതുണ്ട്. ഓ ഇതിനകത്ത് 50 രൂപയുണ്ട്. ഗുഡ് ഗേൾ. ഇതൊക്കെ എടുത്തു വെച്ചതല്ലേ? 50 രൂപയുണ്ട്. 50 രൂപയും ഈ ബാഗുമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം. നൈസ് ബാഗ്. ഒരു ലൈക്ക് ഒരു ഫങ്ഷൻസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. നമുക്ക് കാഷ്വൽ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചൊരു ആഡംബരപൂർണ്ണമാണ്. ഫങ്ഷൻസിനൊക്കെ ഈസ് ഗുഡ്. കൊള്ളാം. അപ്പൊ കുട്ടാ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫ്രം ഷെയ്ൻ. ബൈ വൺ ഗെറ്റ് വൺ ഒക്കെയാണ്. ഗൾഫിൽ ആരെങ്കിലും ഒക്കെ 5 മണിക്ക് ഇതുപോലെ കൊടുത്തു വിടണം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കൂട്ടുകാരിയുടെ ബാഗ് ഇപ്പൊ കിട്ടിയ സാധനം കൂടി അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് എന്റെ തുടക്കം തൊട്ട് എന്റെ കൂടെ വന്ന എന്റെ കൂട്ടുകാരിന്റെ ബാഗാണ്. ഞാൻ ഇപ്പൊ ഇത്രയും ബാഗ് വേറൊരു റിച്ച് ഫ്രണ്ടിന്റെ ആയിരുന്നു. ഇനി നമ്മുടെ ഒരു ബാഗ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ചിരിപ്പിക്കല്ലേ സോറി, എക്സ്ക്യൂസ് മീ ഗൈസ്. അപ്പോ ചിരിക്കല്ലേ, ഓക്കെ സോറി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോയില് വരുന്ന ഒരു ബാഗാണ്. ഇങ്ങനെ ഒരു ലൈക്ക് ഒരു എലഗന്റ് ബാഗാണ്. ഇതിനകത്തുള്ളത് എൻ്റെ പേഴ്സാണ് കേട്ടോ, സോറി ഗൈസ്. പിന്നെ ഒരു പൊട്ടിപ്പൊറിഞ്ഞൊരു കവറുണ്ട്, എന്തൊക്കെയുണ്ട്, പൈസ, എയർപോർട്ട്. ഷീ ഈസ് വെരി റിച്ച് ലുക്കിംഗ് ആണ്. സാധനം ചിരിപ്പിക്കല്ലേ ഗൈസ്, അതെനിക്ക് പറയാനുള്ളൂ. എൻ്റെ 2000 years later. അപ്പൊ ഇതാണ് നമ്മുടെ ബാഗ് വരുന്നത്. ഇതൊരു സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. ആക്ച്വലി ഇതിന് പേഴ്സ് പോലെ ഇടാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കാണുന്നത് ഈ ഒരു വള്ളി മാത്രമാണ്. ചെറിയ വള്ളി ഉണ്ടോ എന്നറിയില്ല. ഒരു ബോക്സ് ടൈപ്പ് ബാഗാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനൊരു ബോക്സ് ഫിറ്റ് ബാഗാണ്. ആൻഡ് ദിസ് ബാഗ് ഇസ് വെരി കോസ്റ്റ്ലി. ഇറ്റ്സ് കോസ്റ്റ് 200 rupees ഫ്രം SM Street Calicut. നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബാഗാണ്. ഇത്രയും കണ്ട ഷീനിന്ന് വാങ്ങിയ ബാഗ്സ് ഒക്കെ ഇറ്റ്സ് ലിറ്റിൽ കോസ്റ്റ്ലി ആണ്. പക്ഷേ ഇത് വെരി അഫോർഡബിൾ, വെരി ട്രാവൽ ഫ്രണ്ട്ലി. നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിൽ ഒന്ന് കിടന്ന് പരതി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മിഠായി തെരുവിൽ കിടന്ന് പരതി കഴിഞ്ഞാൽ ഷീനിന് വരെ വെട്ടിക്കുന്ന ഇതുപോലത്തെ ബാഗുകൾ നമുക്ക് കിട്ടും. ഓൺലി 200 rupees. 200 rupeesന് നമ്മൾ ബാർഗെയിൻ ചെയ്ത് ആ ചേട്ടനെ അടിച്ചു വാങ്ങിയ ബാഗാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഓഫ് ദിസ് സെഷനിലുള്ള ബാഗ്. ഇതാണ്. നിങ്ങൾക്ക് ഏത് ബാഗാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതായിരിക്കും എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ ബ്ലാക്ക് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നതുകൊണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് കളക്ഷൻ. എനിക്ക് ഈ വക സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കളക്ഷൻ ഒന്നും കാണിച്ചു തരാനില്ല. അപ്പോൾ ആരുടെങ്കിലുമൊക്കെ ബാഗ് കളക്ഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങളോട് വന്നോളൂ, ബാക്കി പറയാൻ. ഓണർ ഓഫ് ദ ഹൗസിനെ ഞാനിപ്പോൾ സ്വാഗതം ചെയ്യാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇവർ രണ്ടുപേരാണ് ഈ ബാഗ്സിന്റെ ഓണേഴ്സ്. എനിക്ക് ആകെ 2 ബാഗുള്ളൂ. അതുകൊണ്ട് എനിക്ക് കളക്ഷൻ കാണിച്ചു തരാനില്ല. ഈ ഷീനിന്റെ എല്ലാ ബാഗിന്റെയും കളക്ഷന്റെ ഓണർ ഇതാണ്. ഷീ ഈസ് ദ ഓണർ ഓഫ് ദ ഓൾ ഷീൻ ബാഗ്സ്. ആൻഡ് ആളുടെ ഹസ്ബൻഡാണ്. ഒന്നും പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ലവ്ലി ഹസ്ബൻഡ്. അതെ, ഇവള് കല്യാണം കഴിച്ചത് ബാഗിന് വേണ്ടിയാണെന്ന് പറയുന്നത്. അളിയ നോട്ട് എ പോയിന്റ്. ഓക്കെ. ഇനി അടുത്തതായി നമ്മളെ SM സ്ട്രീറ്റിന്റെ ഓണർ, SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയ ബാഗിന്റെ ഓണറാണ്. ഷീസ് ദ ഓണർ ഓഫ് SM സ്ട്രീറ്റ് ബാഗ്. ഞങ്ങളുടെ ഷീൻ SM ആണ്. അതെ, ഞങ്ങള് ഒരു 5000 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ആക്കിയിട്ട് മാക്സിമം 2000 ഒക്കെ ആക്കിയിട്ട് നമ്മളൊന്ന് മിഠായി തെരുവിൽ പോയി പരതും. നമുക്ക് വേണ്ട ഒരു 5-6 ജോഡി ഡ്രസ്സും ബാഗും പേഴ്സൊക്കെ വാങ്ങിയിട്ട് വരും. അതാണ് നമ്മുടെ ഷോപ്പിംഗ്. ഇതുവരെ ഞാൻ ആ ഷോപ്പിംഗ് ഹോൾ കാണിച്ചിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒന്ന് ഞാൻ SM പോയി പരതുന്ന ഒരു വ്ളോഗ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഉള്ള നല്ല ബാഗാട്ടോ. 200 rupeesനൊന്നും ഒരാളും പറയില്ല. ഞാൻ ഇപ്പോൾ പേഴ്സ് മാറ്റി പുതിയ പേഴ്സ് എടുത്തില്ലേ, എൻ്റെ ആ പേഴ്സ്, മുന്നത്തെ പേഴ്സ് എന്ന് പറയുന്നത് SM സ്ട്രീറ്റിൽ നിന്ന് പണ്ട് 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതായിരുന്നു. അത് മിനിമം ഒരു 4-5 കൊല്ലം ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല പേഴ്സായിരുന്നു. ഇപ്പോഴും എനിക്ക് ഉപയോഗിക്കാനൊന്നും, പക്ഷെ കോയിനൊക്കെ പൈസ ഒക്കെ ചാടി പോകാൻ തുടങ്ങിയോണ്ട് ഞാൻ കീറിയോണ്ട് ഒഴിവാക്കിയതാണ്. എനിക്ക് ഈ ബാഗിനോടും പേഴ്സിനോടും വളരെ ക്രേസ് ഇല്ല. അതുകൊണ്ട് ഞാനത് മേടിക്കാറില്ല. ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെയാണ് ഒരു താല്പര്യം. അപ്പോൾ ഈ ഇത്രയും ക്രേസ് ബാഗ്സിനോട് ക്രേസ് ഉള്ള 2 ആൾക്കാരുടെ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം. ആൻഡ് ദിസ് ഇസ് മാഹിറ ആൻഡ് ദിസ് ഇസ് അഞ്ജന. ഇവർ രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം. ഇത് കല്യാണം കഴിഞ്ഞതാ, ഇത് കല്യാണം കഴിയാത്തതാ. അതുകൊണ്ട് ഇതിന് ഇഷ്ടപ്പെടണ്ട, ഇതിനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ സിഗ്മയെന്നല്ല, എല്ലാരും ഇഷ്ടപ്പെടും വേഗം. പക്ഷെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല. ആൻഡ് ഐ ആം ഓൾസോ സിംഗിൾ, റെഡി ടു മിംഗിൾ. ഓക്കെ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇവരായിട്ടുള്ള വീഡിയോ ഞാൻ എന്തെങ്കിലും ചലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് ഇനി എന്തെങ്കിലും വരാട്ടോ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.